എന്തിനാ നാട്ടിൽ പോയിട്ടാക്കുന്നത്? ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയാം. ഓഫീസ് ഗ്രൂപ്പിൽ മാഡത്തിൻ്റെ നമ്പറുണ്ടല്ലോ. ഞാൻ ലീവായ സമയത്ത് തന്നെ നിങ്ങൾ ഓഫീസിലില്ലാത്തതുകൊണ്ട് ടെൻഷനായിരിക്കാന്നാ ദീപ ചേച്ചി പറഞ്ഞത്. ഒന്ന് വിളിച്ചാൽ മതി, ഓടിയെത്തും എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ എടുത്ത് നോക്കുന്നത് കണ്ട് ദേവൻ സൈഡിൽ കാർ നിർത്തി. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. എന്തേ, നിങ്ങൾക്കിപ്പോൾ മൂവിക്ക് പോണ്ടേ? നിന്നെ മനുവിന് കെട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ അവളെ കൊണ്ട് പോയിക്കോളാം. ഇപ്പം എനിക്ക് നിന്നെ കൊണ്ടുപോകാനാ തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ കാർ എടുത്തു. നിങ്ങൾ എന്നെ മനുവേട്ടന് കെട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ അഞ്ജലി മേഡത്തെ കൊണ്ട് കെട്ടിക്കും. ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ നിങ്ങളെ തനിച്ചാക്കില്ലെന്ന്. ഞാൻ മനുവേട്ടൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ? മനുവിൻ്റെ കാര്യം നീ അമ്മയോട് പറഞ്ഞോ? മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ചില സംശയങ്ങളുണ്ട്. മനുവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന താലിമാല അമ്മ കണ്ടിട്ടുണ്ട്. നീ മനുവിൻ്റെ കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാജീവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല, ഇഷ്ടാണെന്ന് പറഞ്ഞു. അതെന്താ, രാജീവ് ചോദിച്ചോ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന്? അന്ന് ആ രാമകൃഷ്ണൻ എന്ന ആളുമായി ഓഫീസിൽ വെച്ച് രാജീവേട്ടൻ വഴക്കുണ്ടാക്കിയില്ലേ? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് അയാൾ അവിടെ കാണാൻ വന്നതാണെന്ന് രാജീവേട്ടനോട് പറഞ്ഞു. എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അച്ഛനും ഇളയമേ കണ്ടെത്തിയ മാർഗ വിവാഹം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാജീവേട്ടൻ വീട്ടുകാരെ കൂട്ടി എന്നെ പെണ്ണ് ചോദിച്ചു വന്നിരുന്നു. അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. ഓ, അതിനിടയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അവർ തിയേറ്ററിലെത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഗൗരിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. അവളുടെ മുഖത്തുള്ള അത്ഭുതവും സന്തോഷവും ദേവൻ മിസ് ചെയ്യാതെ നോക്കിക്കൊണ്ടിരുന്നു. സിനിമയേക്കാൾ കൂടുതൽ അവൻ ആസ്വദിച്ചത് അവളുടെ സന്തോഷമായിരുന്നു. തിയേറ്ററിലെ വലിയ സ്പീക്കറുകളിൽ നിന്ന് ഉയരുന്ന ശബ്ദവും അവിടുത്തെ വെളിച്ചവും അവളുടെ കണ്ണുകളിൽ കൗതുകം വിരിയിച്ചു. സിനിമ തുടങ്ങിയിട്ടും ദേവന്റെ കണ്ണുകൾ സ്ക്രീനിലായിരുന്നില്ല. സ്ക്രീനിൽ നിന്നുയരുന്ന വെളിച്ചത്തിൽ തെളിയുന്ന അവളുടെ മുഖത്തെ കൗതുകത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു. സിനിമയിലെ ഓരോ കോമഡി രംഗത്ത് അവൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ദേവന്റെ മനസ്സും ഒപ്പം ചിരിക്കുകയായിരുന്നു. സിനിമ തീർന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഗൗരിയുടെ ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയുണ്ടായിരുന്നു. തിരക്കിനിടയിൽ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്കിറങ്ങി കാറിൽ കയറി. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. എത്ര വലിയതായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. എന്തൊരു ശബ്ദ. ദേവേട്ടന് ഇഷ്ടായോ? അതിന് ആര് സിനിമ കണ്ടു? പിന്നെ ഇരുന്ന് ഉറങ്ങായിരുന്നോ? സ്ക്രീനിലെ കഥാപാത്രങ്ങളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെക്കാൾ കൂടുതൽ ഭംഗിയായി നിന്റെ മുഖത്ത് ഭാവങ്ങൾ വിരിയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അത് കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അതാ ഇഷ്ടായത്. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൻ്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ അവൾ വേഗം മുഖം തിരിഞ്ഞിരുന്നു. കാർ എടുത്ത് അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും ഇരുവരും പരസ്പരം നോക്കി. അപ്പോഴും അവരുടെ ചുണ്ടിൽ പുഞ്ചിരി മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അവൾ നാണത്തോടെ മുഖം തിരിഞ്ഞിരുന്നു. അവർ നേരെ ഹോട്ടൽ സിൽവർ പ്ലാസയിലേക്കാണ് ചെന്നത്. ഇതെന്താ ഇവിടെ? പറയാം, വാ. റൂമിൽ കയറി ഡോർ അടച്ചതിന് ശേഷം അവൻ പറഞ്ഞു. അവിടുത്തെ വെള്ളത്തിന് എന്തൊരു തണുപ്പാ. മാത്രല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ശീലമില്ല. അതുകൊണ്ടാ വന്ന അന്ന് എടുത്തതാ ഈ റൂം. അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി. സോറി, നിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയാ പറയാതിരുന്നത്. ഇതിപ്പോൾ എവിടെയൊക്കെ പോയി? ഒന്ന് കുളിക്കാതെ ഉറക്കം വരില്ല, അതുകൊണ്ട് വന്നതാ. നീ ഇവിടെ ഇരിക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് TV ഓൺ ചെയ്തു കൊടുത്ത് അവൻ കുളിക്കാൻ പോയി. ദേവന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഗൗരി എടുത്തു നോക്കിയപ്പോൾ മനു ആയിരുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്ത്, ഹലോ, നിങ്ങളെവിടെയാ? വീട്ടിലെത്തിയോ? ഇല്ല. മൂവി കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങളെവിടെ ചുറ്റിക്കറങ്ങുക? മനുവേട്ടാ. ഗൗരി, നീ എൻ്റെയാ. നിന്നെ അവൻ്റെ കൂടെ കാണുമ്പോൾ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്ര ഉണ്ടോ ഗൗരി? മനസ്സ് വിങ്ങി പൊട്ടുമെന്നായപ്പോൾ അവൾ വേഗം കണ്ണുകൾ ഇറുക്കി അടച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് സങ്കടം ഒതുക്കി. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു, ഗൗരി, എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്ത്? ഫോണിലൂടെ അല്ല, സംസാരിച്ചല്ലോ ഇന്ന്. എനിക്ക് പറയാനുള്ളതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കല്ലേ അവൻ കയറി വന്നത്. മനുവേട്ട, ഞാൻ ദേവേട്ടൻ്റെ കൂടെ എവിടേക്ക് വന്നത്? എനിക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. മനുവേട്ടൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ദേവേട്ടനാ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. മനുവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി ആ കോടതി വളപ്പിൽ വെച്ച് മനുവേട്ടൻ തന്നെയല്ലേ അഴിച്ച് എൻ്റെ കയ്യിൽ തന്നത്. ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ദേവേട്ടൻ കെട്ടിയതാ. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്.
എന്നിട്ടും മനുവേട്ടനെ കാണാനും സംസാരിക്കാനും അനുവദിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്. അതിനിടയിൽ അദ്ദേഹം കയറി വന്നതിന് എനിക്കോ മനുവേട്ടനോ ഒന്നും പറയാനോ ചെയ്യാനോ കഴിയില്ല. അദ്ദേഹം പറയുന്നത് അനുസരിക്കാനേ എനിക്ക് നിവർത്തിയുള്ളൂ. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഗൗരി, നീ അയാളുടെ ഭാര്യയല്ല, എൻ്റെ ഭാര്യ. അയാൾ നിന്റെ കഴുത്തിൽ താലികെട്ടിയത് എങ്ങനെയാ? നിന്റെ സമ്മതമില്ലായിരുന്നല്ലോ. അയാൾക്കും ഇഷ്ടമല്ലായിരുന്നു. അയാൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നീ പറഞ്ഞതല്ലേ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. മാന്യനായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി തരേണ്ടതല്ലേ? അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടാ മനുവേട്ടനെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. അല്ലായിരുന്നെങ്കിൽ മുഴുവൻ പറയേ. നീ അയാൾക്കൊപ്പം ജീവിക്കുമായിരുന്നോ? ദേവൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്നതും ഗൗരി ഞെട്ടിത്തിരിഞ്ഞു. ഗൗരിയുടെ കയ്യിൽ ദേവൻ്റെ ഫോൺ കണ്ട്, ആരാ ഗൗരി? മനുവേട്ടനാ. അവൾ ഫോൺ ദേവന് നേരെ നീട്ടി പറഞ്ഞു. സംസാരിച്ചോ. ഗൗരി വീണ്ടും ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ, അവന് കൊടുക്ക്. മനുവേട്ടൻ ഫോൺ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും ഗൗരി ഫോൺ ദേവന് നേരെ നീട്ടി. അവൻ അത് വാങ്ങി. പറയൂ മനു. എനിക്ക് നാളെ ഒന്ന് കാണണം. ഓക്കെ, ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം. എനിക്കും മനുവിനോട് സംസാരിക്കാനുണ്ട്. അഡ്വക്കേറ്റുമായി സംസാരിച്ചു. ഡീറ്റെയിൽസ് നാളെ പറയാം. ഗൗരി ഉണ്ടാവുമല്ലോ കൂടെ? ഷുവർ. ഷെയറിൻ്റെ കാര്യം വീട്ടിൽ സംസാരിച്ചതല്ലേ, ഇനി കൂടെ കൂട്ടാതെ പറ്റില്ല. കോൾ കട്ട് ചെയ്തു. കേസ് വേണ്ടെന്ന് പറഞ്ഞതല്ലേ? സംസാരിച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ, മൂവ് ചെയ്തു എന്ന് പറഞ്ഞില്ലല്ലോ. ഇക്കാര്യത്തിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പോരെ? പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് അവർ വീട്ടിലേക്ക് ചെന്നു. പൂമുഖത്തിരുന്ന് അമ്മാവനും സതീശനും വലിയ ചർച്ചയിലായിരുന്നു. അവരെ കണ്ടതും അമ്മാവൻ ചോദിച്ചു, ഈ രാത്രിയിൽ എവിടെ ഊരു ചുറ്റിയിട്ട് വരിക? എൻ്റെ ഭാര്യയുടെ നാടല്ലേ, ഭാര്യയും കൂട്ടിയൊന്ന് ചുറ്റിക്കറങ്ങാന്ന് വിചാരിച്ചിറങ്ങിയതാ. അവരകത്തേക്ക് കയറാൻ തുടങ്ങിയതും, നിക്ക്, അമ്മാവൻ പറഞ്ഞു. എന്താ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ച് അവരവിടെ നിന്നു. കൃഷിയിടങ്ങളെല്ലാം ഞാൻ വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നതാ. ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പിൽ നിന്ന് 2 ഏക്കർ പറമ്പ് ഇവളുടെ പേരിൽ എഴുതി തരാം. അല്ലാതെ മറ്റൊന്നും നടക്കില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഓഹരിയുടെ ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഞാനും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എത്തിയത് മുതൽ ഇവൾ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളിവളെ നല്ലതുപോലെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഒരു തരി മണ്ണ് പോലും ഇവൾക്ക് കൊടുക്കേണ്ടതില്ലായിരുന്നു. ഇവൾക്കൂടി അവകാശപ്പെട്ട കൃഷിയിടങ്ങളും മറ്റു വസ്തുവകകളും കൈവശം വച്ച് അനുഭവിക്കുമ്പോഴും ഇവൾ ഇവിടെ പട്ടിണി കിടക്കുകയായിരുന്നു എന്നത് സഹിക്കാവുന്നതല്ല. അതുകൊണ്ട് ഈക്വൽ ഷെയർ, നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ഗൗരിയെ കൂട്ടി ദേവൻ റൂമിലേക്ക് പോയി. പിറ്റേന്ന് മനു പറഞ്ഞതനുസരിച്ച് ദേവനും ഗൗരിയും പോകാനിറങ്ങി. പുറത്തെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്താൽ മതിയെന്ന് തീരുമാനിച്ചതുകൊണ്ട് മനുവിൻ്റെ തീരുമാനപ്രകാരം സ്കൂളിലേക്കാണ് അവർ ചെന്നത്. മനുവിൻ്റെ കൂടെ മനുവിൻ്റെ അച്ഛനുണ്ടായിരുന്നു. ഗൗരി മാഷെ എന്ന് വിളിച്ചുകൊണ്ട് മാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവനെ നോക്കി അവൾ പറഞ്ഞു, മനുവേട്ടൻ്റെ അച്ഛനാ. വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു വിഷയമല്ല, അതുകൊണ്ടാ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞത്. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. ബുദ്ധിമുട്ടായോ? ഇല്ല, ദേവൻ പറഞ്ഞു. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, നമുക്ക് ഏതെങ്കിലും ക്ലാസ് റൂമിലേക്ക് ഇരുന്ന് സംസാരിക്കാം. മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ക്ഷീണമുണ്ട്. പ്രായം കുറേ ആയില്ലേ? അവർ ഒരു ക്ലാസ് റൂമിലേക്ക് കയറിയിരുന്നു. സുഖാണോ നിനക്ക്? മനു കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഗൗരി ആദ്യോടെ മനുവിനെ നോക്കി, പിന്നീട് ദേവനെയും.